ആണ്ടവരുടെ നാമം മഹിമപ്പെടുമാറാകട്ടെ. ആണ്ടവർ നമുക്ക് പിന്നെ ഒരു 10 ദിവസം കൂടെ നൽകിയിരിക്കുക. ഇന്ന് എപ്പിസോഡ് 180 C29 ആണ് നമ്മൾ വാസിക്കാൻ പോകുന്നത്. എപ്പിസോഡ് 180 C29. അതിൽ നമ്മൾ എന്നാ വാസിക്കുന്നത്, അതിൽ നമ്മൾ ഇത് ബൈബിൾ സ്റ്റഡിയാണ്. ഇത് കൊലിസർക്ക് എഴുതിയ നിർഭമം 2:4 താൻ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിന് മുന്നാടി നമുക്ക് കൊഞ്ചം പിന്നാടി പോയിട്ട് നമുക്ക് പിന്നെ തിരുമ്പി വരാം. നമുക്ക് വരുമ്പോൾ നമുക്ക് ആണ്ടവർ നമ്മളോട് എന്നെ പേശുന്നതെന്ന് നമുക്ക് പിടിഞ്ഞിടും. അന്നേരം നമുക്ക് ആണ്ടവരുടെ ഭയഭക്തിയോടുകൂടെ അല്ലെങ്കിൽ ആണ്ടവരുടെ കൃപയിൽ നമുക്ക് വളരുവാൻ തക്കോണം ആണ്ടവർ നമുക്ക് ഇടയാവട്ടെ. ഇന്ന് കൊലിസ്യം 2-3 വാക്യങ്ങൾ നമ്മൾ വാസിക്കുകയാണെങ്കിൽ ദറ്റ് ഹാർട്ട് മൈറ്റ് ബി കംഫർട്ട്. എന്തിന് ഞാൻ ഇത് പറയുന്നു പറഞ്ഞാൽ, നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയത്തിന് തണുപ്പ് വരണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിന് സമാധാനം വേണം. അത് ഞാൻ ചൊല്ലി, ഹൃദയത്തിന് സമാധാനം വേണം. ആ സമാധാനം വരുമ്പോൾ നിങ്ങൾ അന്യോന്യം അല്ലെങ്കിൽ നിങ്ങൾ സഹോദരന്മാർ തമ്മിൽ സ്നേഹത്തിൽ കെട്ടപ്പെടും. അത് നമ്മൾ കെട്ടപ്പെടണം. അതെന്ന് പറഞ്ഞാൽ അത് ഒരു കൂട്ടമായി ഇരിക്കണം. അല്ലാതെ ശണ്ടയിട്ട് അല്ലെങ്കിൽ വളക്കിട്ട് നമ്മൾക്ക് അപ്പടി പോവാതെ ഒരേ കൂട്ടമായി ഇരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്നാ വേണം? സ്നേഹത്തിൽ നമ്മൾ കെട്ടപ്പെടണം. അന്നേരം അതുകൊണ്ടാണ് ആ സ്നേഹത്തിൽ കെട്ടപ്പെടണമെന്ന് ഇങ്ങനെ சொல்லுங்க. knit together in love, അതായത് സ്നേഹത്തിൽ മറ്റുംതാൻ നമ്മൾ കെട്ടപ്പെടണം. and to all riches of the full assurance of understanding. അത് എപ്പടി പറ്റും? നമുക്ക് അവൻ്റെ പൂർണ്ണമായ വചനത്തിൻ്റെ നിറവ് വരുമ്പോൾ, അല്ലെങ്കിൽ അവൻ്റെ ആ വചനത്തിൻ്റെ നിറവ്, അല്ലെങ്കിൽ അതിൻ്റെ ആ മഹത്വം, അല്ലെങ്കിൽ അതിൻ്റെ ധനമാഹാത്മ്യം നമുക്ക് വരുമ്പോൾ ഫുൾ അന്നേരം നമുക്ക് ഒരു അഷുറൻസ് എന്ന് ചൊല്ലിയാൽ നമുക്ക് എന്നാ പറ്റും? നമുക്കൊരു ധൈര്യം വരും. അതായത് നമുക്ക് ഇത് ചൊല്ലുന്നത് ശരിയാണ്. ആ അഷുറൻസ് നമുക്ക് അതുകൊണ്ട് ആ ധൈര്യത്തോടെ അണ്ടർസ്റ്റാൻഡിങ്, അതായത് വചനം നമുക്ക് മനസ്സിലായി എന്നുള്ള ധൈര്യത്തോട് വേണം നമ്മൾ എന്നാ പഠനം നമ്മൾ ജീവിക്കേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് കൂടേണ്ടത്. എന്നാൽ ഇங்கே അപ്പോസ്തലനായ പൗലോസ് சொல்லுவா, ഞാൻ നിങ്ങളുടെ ഹൃദയം തണുപ്പിക്കുക മാത്രമല്ല, നിങ്ങൾക്ക് ധൈര്യം തരുകയാണ്. നിങ്ങൾക്ക് ദൈവത്തിൻ്റെ മഹാത്മ്യത്തിൻ്റെ ധനമഹാത്മ്യം നമുക്ക് നൽകുകയാണ്. അതുകൊണ്ട് നമുക്ക് ധൈര്യം വന്നിട്ട് അവൻ്റെ വചനത്തിൻ്റെ മനസ്സിലാക്കാനുള്ള കഴിവ് കിട്ടുമ്പോൾ നമുക്ക് ധൈര്യം കിടക്കുമെന്നാണ് சொல்லுது. ടു ദ അക്നോളജ്മെൻറ്റ് ഓഫ് ദ മിസ്റ്ററി ഓഫ് ഗോഡ്. അത് എപ്പോഴും വരും? ആണ്ടവരുടെ വചനത്തിൻ്റെ രഹസ്യങ്ങൾ നമുക്ക് മനസ്സിലാകുമ്പോൾ. അന്നേരം അപ്പോസ്തലനായ പൗലോസ് നമ്മൾ 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, നമ്മൾ താഴോട്ട് വരുമ്പോൾ നമ്മൾ വായിക്കുന്നു ആ മിസ്റ്ററി അല്ലെങ്കിൽ രഹസ്യം, അല്ലെങ്കിൽ ആ രഹസ്യത്തെപ്പറ്റി, അല്ലെങ്കിൽ ആണ്ടവരുടെ ചിത്തം എന്തെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി അപ്പോസ്തലനായ പൗലോസ് തരികയാണ്. അന്നേരം നമുക്ക് എന്ത് പറ്റും? ആണ്ടവരുടെ ചിത്തം മനസ്സിലാകുമ്പോൾ, അവൻ്റെ ആ രഹസ്യങ്ങൾ മനസ്സിലാകുമ്പോൾ, ആ രഹസ്യം എന്തെന്ന് ചൊല്ലിയാൽ ഫാദർ ആൻഡ് ഓഫ് ക്രൈസ്റ്റ്, അതായത് തകപ്പനായ ആണ്ടവരും അതായത് പുത്രനായ ആണ്ടവരും ആണ്ടവരായ യേശു ക്രിസ്തുവിൻ്റെയും ത്തിലുള്ള ആ രീതി, അല്ലെങ്കിൽ ആ രഹസ്യം, അല്ലെങ്കിൽ അത് മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് എന്നാ പറ്റും? അല്ലെങ്കിൽ ആ തകപ്പനാരും അല്ലെങ്കിൽ പിന്നെ ആണ്ടവരായ യേശു ക്രിസ്തുവും അവരെ നമുക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളെ നമ്മൾ മനസ്സിലാകുമ്പോൾ നമുക്ക് രമ്പ സന്തോഷം കിടക്കും. അത് എന്ത് ആ സന്തോഷം എന്ന് പറഞ്ഞാൽ, അതായത് അന്യജാതിക്കാരായ നമ്മളെയും ആണ്ടവർ തിരഞ്ഞെടുത്ത നേരത്തെ തിരഞ്ഞെടുത്ത ഇസ്രായേൽ മക്കളെത്താൻ. എന്നാൽ ആണ്ടവരായ യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്നപ്പോൾ നമുക്ക് എന്നാ പറ്റി? നമ്മൾ അന്യജാതിക്കാരായ, കാരണം ഇത് നമ്മൾ വാസിക്കുന്നുണ്ട്, ലൗദോഷ്യയിലുള്ള വിശുദ്ധന്മാർക്ക് എഴുതുകയാണ്, അവരെല്ലാമേ അന്യജാതിക്കാർ. അന്നേരം അന്യജാതിക്കാർക്കും എന്നാ പറ്റും?
ആണ്ടവരിലുള്ള വിശ്വാസം கிடைக்குമല്ല, അവർക്ക് ധൈര്യം கிடைക്കും, അവർ ശക്തിയോടെ, അവർ സ്നേഹത്തിൽ ഐക്യപ്പെട്ട് അവരെ ദൈവത്തെ മഹത്വപ്പെടുത്തും എന്ന് ഇങ്ങനെ சொல்லுது. അല്ല, 3-ാം വാക്യത്തിൽ ഇൻ ഹൂം ആർ ഓൾ ഹിഡ് ഓൾ ട്രഷേഴ്സ് ഓഫ് വിസ്ഡം ആൻഡ് നോളജ്. അത് അന്നേരം നമുക്ക് എന്തോ മനസ്സിലാകുന്നത്, ഈ ആണ്ടവരായ യേശുക്രിസ്തുവിൽ ആ മർമ്മം എന്ന് ചൊല്ലിയാൽ, അല്ലെങ്കിൽ ആ ചിത്തം എന്ന് ചൊല്ലിയാൽ, അല്ലെങ്കിൽ അടഞ്ഞിരിക്കുന്ന സത്യം എന്ന് പറഞ്ഞാൽ അത് എന്നതാണ്? അത് അതിൻ്റെ ആ ട്രഷർ, അല്ലെങ്കിൽ അതിൻ്റെ സമ്പാദ്യം, അല്ലെങ്കിൽ ആ പണം അല്ലെങ്കിൽ ഈ വചനത്തിൻ്റെ സമ്പാദ്യങ്ങൾ അത് എന്തുവാണ്? അത് വിസ്ഡം ആൻഡ് നോളജ്. നമ്മുടെ ബുദ്ധിയിലും ജ്ഞാനത്തിലും അത് തെളിഞ്ഞു വരും. അത് എന്ന് നമുക്ക് അതെല്ലാമേ നമുക്ക് തിരിഞ്ഞു വരും എന്ന് നമ്മൾ സൂചിക്കുന്നു. ഇനിയും നമ്മൾ 4-ാം വാക്യത്തിൽ നമ്മൾ വാക്യം, ആൻഡ് ദിസ് ഐ സേ ലെസ്റ്റ് എനി മാൻ ഷുഡ് ബിഗിൽ യു വിത്ത് എൻറ്റൈസിങ് വേർഡ്. ഇങ്ങനെ சொல்லுது, നിങ്ങളെ ഇത് എന്തിനെ പ്രബോധിപ്പിക്കുന്നു എന്ന് ചൊല്ലിയാൽ, നിങ്ങൾ വചനത്തിൻ്റെ ജ്ഞാനമില്ല, അല്ലെ വചനത്തിൽ ധൈര്യമില്ല, വചനം നമുക്ക് പൊഴിയാതിരിക്കുക എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ലാക്ക് ഓഫ് നോളജ്, അല്ലെങ്കിൽ നമുക്ക് വചനത്തിനെ പറ്റി നമുക്ക് ഒന്നുമേ പൊടിയാതിരുന്നു കഴിഞ്ഞാൽ നമ്മൾ എന്നാ പറ്റും? നമ്മൾ കബളിക്കപ്പെടും എന്ന് പറഞ്ഞാൽ എന്നാ പറഞ്ഞാൽ നമ്മൾ തപ്പ് നമ്മൾ പണിടും. எப்படி தப்பு பண்ணி விடும்? நம்மளோட எந்த சொல்லியாலும் നമ്മൾ കേൾക്കുമ്പോൾ വചനം ഓ ഇത് ശരിയാ, അത് ശരിയാ. കാരണം എന്താ? നമുക്ക് ശരിയായിട്ടുള്ള വചനം നമുക്ക് പൊടിയാതെ. അങ്ങനെ ശരിയായിട്ടുള്ള വചനം നമുക്ക് പൊടിയാതെ തരുമ്പോൾ എന്നാ പറ്റും? നമ്മൾ എന്ത് കേട്ടാലും അത് യേശുക്രിസ്തുവിനെ പറ്റി ചൊല്ലുക, അതുകൊണ്ട് എല്ലാമേ ശരി. അപ്പടിയല്ല. അതുകൊണ്ട് താൻ നമ്മൾ വാസിക്കുമ്പോൾ നമ്മൾ വാസിക്കുന്നത്, അവർ വചനം കേട്ടിട്ട് അവരെന്നാ ചെയ്തു? ഇത് ശരിയോ തപ്പോ എന്ന് അത് പാക്കണം. നമുക്ക് എന്നാ പറ്റും? ഇന്നത്തെ ലോകത്തിൽ എന്നാ ഇരിക്കുന്നു കഴിഞ്ഞാൽ, കള്ളപ്രവാചകന്മാർ ரொம்ப ஜாஸ்தியாக, அதாவது പ്രവാചകന്മാർ അവർ എന്നാ பண்ணுവ? അവർ சொல்லும், ഞാൻ പ്രവാചകനാണ്, അല്ലെങ്കിൽ ഞാൻ അത് ആണ്ടവരുടെ വേലക്കാരൻ, ഞാൻ എൻ്റെ വേല ഞാൻ ചെയ്ത്. പക്ഷേ അവർക്ക് വചനത്തിൻ്റെ ജ്ഞാനമില്ല. ജ്ഞാനമില്ലാത്ത അത് മറ്റുമല്ല, ആ വചനം അറിയാവുന്ന രീതിയിൽ ആ വചനം ഗ്രഹിക്കാതെ എന്നാ பண்ணுവ? അവർ ആ വചനത്തിൻ്റെ തപ്പായ രീതിയിൽ ചൊല്ലുക. പല കാര്യങ്ങൾ ഞാൻ അതിപ്പം ഒരു സഭാമുഖാന്തരമായിട്ട് ചൊല്ലാതെ, അതുകൊണ്ട് ഞാൻ ഇതിനെപ്പറ്റി ചൊല്ലാതെ, അതായത് നമ്മൾ വചനം കേൾക്കുമ്പോൾ ആ വചനം ശരിയോ തപ്പോ എന്ന് നമ്മൾ തന്നെ പാക്കേണ്ട ആവശ്യമിരിക്കും. കാരണം അതിന് താൻ നമുക്ക് ഈ വചനം തന്നിരിക്കും. എന്നിട്ട് നമുക്ക് ആ കാലത്ത് എന്നാ പറ്റുന്ന അങ്ങേ ഇസ്രായേൽ മക്കളും അല്ലെങ്കിൽ യഹൂദന്മാരും ഇരുന്നാച്ചും അവർ എന്നാ പണിയാച്ച് അവർ ചൊല്ലിയാച്ച് നമ്മൾ വാസിക്കുന്ന അവരെന്നാ പണിയാച്ച് നമ്മൾ അപ്പോസ്തല പ്രവർത്തികൾ അല്ലെങ്കിൽ ആക്ട്സിൽ നമ്മൾ എന്നാ നമ്മൾ വാസിക്കുന്ന അവർ ചൊല്ലി, നിങ്ങൾ രക്ഷിക്കപ്പെട്ടാൽ മട്ടും പോരാ. നിങ്ങൾ രക്ഷിക്കപ്പെട്ടാൽ മട്ടും പോരാ. നിങ്ങൾക്ക് എന്നാ പണണം? നിങ്ങൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടാൽ മട്ടും പോരാ. നിങ്ങൾക്ക് ആണ്ടവരുടെ ചിത്തം എന്ന് ചൊല്ലിയാൽ നിങ്ങൾ സർക്കംസീഷനും ചെയ്യണം. അത് സർക്കംസീഷൻ ആർക്ക് വേണ്ടി കൊടുത്തിരിക്കുന്നത്? ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തിരിക്കുന്നത്. അത് ഇസ്രായേൽ മക്കൾക്ക്, ഏത് ഇസ്രായേൽ മക്കൾക്ക്? ആണ്ടവരായ യേശുക്രിസ്തുവെ നമ്പാത്ത ഇസ്രായേൽ മക്കൾ, അതായത് ഇസ്രായേൽ മക്കളുടെ അബ്രഹാമിന് കൊടുത്ത കൽപ്പനയാണ് അവർക്ക് പരിശോധന ഏൽക്കണമെന്നുള്ളത് അവർക്ക് കൊടുത്ത കൽപ്പനയാണ്. അതായത് അത് എന്നെ കാണിക്കുന്നത്, ഞങ്ങൾ ആണ്ടവരുടെ മക്കളാണ്, ആണ്ടവർ ഞങ്ങൾക്ക് തിരഞ്ഞെടുത്തവരാണ്. അതുകൊണ്ട് ഞങ്ങളെ തന്നെ മാറ്റി ശുദ്ധീകരിച്ച് ഞങ്ങൾ ആണ്ടവർക്ക് വേണ്ടി ജീവിക്കുന്നു. അതാണ് അതിൻ്റെ ആ സർക്കംസീഷൻ്റെ കാര്യം. എന്നാൽ നമ്മളും അത് തന്നെ അപ്പടിത്താൻ ചെയ്തു. പക്ഷേ നമ്മുടെ സ്കിൻ അല്ലെങ്കിൽ നമ്മുടെ അഗ്രചർമ്മം അല്ല ഇங்கே വിഷയം. ഇங்கே എന്നാൽ ഹൃദയചർമ്മം, നമ്മുടെ ഹൃദയത്തിൻ്റെ അഗ്രഹം, അതിനെ പരിച്ഛേദന ഏൽക്കണം. അത് പരിച്ഛേദന എപ്പോൾ ഏൽക്കാൻ പറ്റും? ആ പരിച്ഛേദന ഏൽക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ വചനം പഠിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഒരു പരിച്ഛേദന വരും. അല്ലെങ്കിൽ നമുക്ക് ഹൃദയം ഒന്ന് ശുദ്ധീകരിച്ച് നമ്മൾ എന്നാ പണ്ടും ആണ്ടവരുടെ ചിത്തം തന്നെ ചെയ്യാൻ വേണ്ടി നമ്മൾ
നമ്മൾ വിസാരിക്കും. എന്നിട്ട് നമ്മൾ അത് ആണ്ടവരുടെ ചിത്തം എന്തുകൊണ്ട് ചെയ്യാത്തത് നമ്മൾ വചനം അറിയാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ വിശ്വാസികൾക്ക് നമുക്കും പരിച്ഛേദന ഇരിക്കും, പക്ഷേ അഗ്രചർമ്മമല്ല, നമുക്ക് ഹൃദയ പരിച്ഛേദന താനിരിക്കും. അത് കൊണ്ടുവന്ന് ടപ്പായിട്ട് കൊണ്ടുവന്ന നമ്മൾ എഫെസ്യ ലേഖനത്തിലും എല്ലാം നമ്മൾ വാസിക്കുന്നുണ്ട്. അവർ എന്നെ അവർ പണ്ടുക ഫിലിപ്പി ലേഖനത്തിൽ നമ്മളെല്ലാം വാസിക്കും. എന്നാൽ അവർ ചൊല്ലുക, നിങ്ങൾക്ക് ഇത് മറ്റും പോരാ, നിങ്ങൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അതുകൊണ്ട് മറ്റും പോരാ, നിങ്ങൾ എന്നാ പണം പരിശീലനം. അത് തപ്പായ ഉപദേശം. അതായത് ആ തപ്പായ ഉപദേശത്തിന് அப்போஸ்தலனாയ പൗലോസ് അത് ரொம்ப ഇതായിട്ട് ചൊല്ലി അവർ പിന്നെ യെരുശലേമിൽ പോയി അവിടെ ചെന്ന് പേശി കഴിഞ്ഞപ്പോൾ എന്നാ ചൊല്ലി ശിമോൻ പത്രോസ് അല്ലെങ്കിൽ അവൻ ചൊല്ലിയാച്ച പരിച്ഛേദനയേറ്റ നമുക്കും അശുദ്ധരായ അല്ലെങ്കിൽ അന്യജാതിക്കായ അവർക്കും ഒരുപോലെ എന്നാ കിട്ടിയാച്ച് ആത്മാവിൻ്റെ നിറവ് കിടച്ചാച്ച്. ആർക്ക്? പരിശുദ്ധാത്മാവ് നിറഞ്ഞവർ, അതായത് യഹൂദന്മാർക്കും അന്യജാതിക്കും ഒരുപോലെ പരിശുദ്ധാത്മാവ് കിടച്ചാച്ച്. അത് എപ്പടി കിടച്ചാച്ച്? നമ്മൾ എங்கே വാസിക്കുന്നു? നമ്മൾ അപ്പോസ്തല പ്രവർത്തികൾ ആക്സിൽ എന്നാ നമ്മൾ വാസിക്കുന്നത്? നമ്മൾ അങ്ങ് വാസിക്കുന്നത് എന്നാ ചൊല്ലിയ 2-ാം അധ്യായത്തിൽ നമ്മൾ വാസിക്കുന്ന പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു, അവർ അന്യഭാഷകളിൽ സംസാരിച്ചു. അന്നേരം അന്യഭാഷകളിൽ സംസാരിച്ചു. അത് അന്യഭാഷ എന്ന് ചൊല്ലിയാൽ നമ്മൾ കിളികിളിന്ന് ചൊല്ലുന്നതല്ല അന്യഭാഷ, വേറെ ഭാഷ. അത് 18 ഭാഷയിൽ അവർ പേശിയാച്ചു. എത്ര? 18 ഭാഷയിൽ. അതായത് അങ്ങ് ഇരുന്ന എല്ലാവർക്കും പൊടിയുന്ന മാതിരി അവർ ആണ്ടവരുടെ വചനത്തെ പേശിയാച്ചു. അല്ലാതെ നമ്മൾ പെന്തക്കോസ്റ്റിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇതിൽ പോകുമ്പോൾ ചിലർ അന്യഭാഷയിൽ പേശുവാന്ന് ചൊല്ലും. അവർ പേശുന്നത് നമുക്കൊന്നുമേ പൊടിയാതെ. കാരണം ആ അന്യഭാഷ ആർക്കുമേ പൊടിയാതെ. അതായത് നമ്മളൊരു അന്യഭാഷ, ഞാൻ നിങ്ങളോട് പേശുന്നത് ഞാനിപ്പം തമിഴിൽ താൻ പേശുക, എൻ്റെ ഭാഷ ഹിന്ദി താൻ. ഹിന്ദി ഭാഷയിൽ നിന്ന് ഞാൻ തമിഴിൽ പേശുമ്പോൾ അത് അന്യഭാഷ താൻ. എനിക്കറിയാൻ വയ്യാത്ത ഭാഷ ഞാൻ എന്നാ പണുക? ഞാൻ ആ ഭാഷയിൽ നിങ്ങളോട് പേശുക. അത് ആരെപ്പറ്റി ചൊല്ലുക? ആണ്ടവരായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വത്തെപ്പറ്റി അല്ലെങ്കിൽ മഹിഴ്ചയെപ്പറ്റി ഞാൻ പേശുക. അത് എപ്പടി ചൊല്ലാൻ പറ്റും? ആണ്ടവരെ നമ്മൾ വിശ്വസിക്കുമ്പോൾ. അന്നേരം അത് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് കൊണ്ട് താൻ നമുക്ക് പേശാൻ പറ്റും. എനിക്ക് തമിഴ് തിരിയാതെ എന്നാലും ഞാൻ പേശുന്നത് അത് അന്യഭാഷ താൻ. പക്ഷേ നിങ്ങൾ ചൊല്ലുന്ന പെന്തക്കോസ്റ്റൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കൂട്ടത്തിൽ ചൊല്ലുന്ന അന്യഭാഷയല്ല. അതായത് ഞാൻ ചൊല്ലുന്ന ഭാഷ നിങ്ങൾക്ക് തിരിയണം. ഞാൻ ചൊല്ലുന്ന ഭാഷ, ഞാൻ മധ്യപ്രദേശത്ത് പോയി ഞാൻ ഈ ഭാഷയിൽ പേശിയാൽ അവർക്ക് പുരിയാതെ. കാരണം ഇത് അവർക്ക് അന്യഭാഷ താൻ, അവർക്ക് പുരിയാതെ. അതേസമയം ആ ഭാഷ തമിഴിൽ വാസികൾ അങ്ങ് വന്നിരുന്നാൽ അവർക്ക് എന്നാ തിരിയും? അവർക്ക് തിരിയും ഞാൻ എന്നാ ചൊല്ലുന്നത്. അന്നേരം ഇங்கே ഞാൻ എൻ്റെ വചനത്തിൻ്റെ ഞാൻ ഒത്തിരി ഡീപ്പിലേക്ക് പോവാതെ ഞാൻ പിന്നെ ഇവർക്ക് നമ്മുടെ സമയം ഇങ്ങനെ മുടിഞ്ഞാച്ച് ഇங்கே നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത്. അതായത് നിങ്ങളെ തപ്പായ ഉപദേശം ആരുമേ പേശാതെ നമ്മൾ എപ്പടി അത് മനസ്സിലാക്കാൻ പറ്റും? നമ്മൾ ആണ്ടവരുടെ വചനം നല്ലപോലെ പഠിച്ച് അവൻ്റെ ധനമഹാത്മ്യം അല്ലെങ്കിൽ ധനമഹാത്മ്യം എന്ന് ചൊല്ലിയാൽ അവൻ്റെ മഹത്വത്തിൻ്റെ ധനം അല്ലെങ്കിൽ അവൻ്റെ ജ്ഞാനം ബുദ്ധി എല്ലാം കിടക്കുമ്പോൾ ആണ്ടവർ നമ്മളെ നിറച്ചു കഴിയുമ്പോൾ നമുക്ക് എന്നാ പറ്റും? ആണ്ടവരെ പറ്റി നമുക്ക് നല്ലപോലെ പൊടിയുമ്പോൾ നമ്മളുടെ അടുത്ത് ആരുമേ തപ്പ് പേശി നമ്മളെ ആണ്ടവരിൽ നിന്നും മാറ്റുവാൻ സാധ്യമല്ല. അല്ലെങ്കിൽ തെറ്റായ ഉപദേശം നമ്മുടെ മുമ്പ് അല്ലെങ്കിൽ ഇത് കൊണ്ടുവരാൻ പറ്റുകയില്ല. ഞാൻ എങ്കിൽ എൻ്റെ സമയം മുടിഞ്ഞാച്ച് നമ്മൾ വിസാരിക്കണം. നമ്മുടെ ഇടയിൽ തപ്പായ ഉപദേശം തരുന്ന ആൾക്കാർ രമ്പ ഇരിക്കുക. അതുകൊണ്ട് തപ്പായ ഉപദേശത്തിൽ വീഴാതെ നമ്മളെ തന്നെ സൂക്ഷിക്കേണ്ട ആവശ്യം ഇരിക്കെ നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.